ഇനി നമുക്ക് ട്രാൻസ്പോർട്ട് അക്രോസ് ദി മെംബ്രെയിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് നിർത്താം. So we'll see what are the basics of movement of substances across cell membrane. അപ്പോൾ സെല്ലിന്റെ അകത്ത് ഈ പിങ്ക് കളറിനെ യു ജസ്റ്റ് ഡിസ്കാർഡ്, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. കാരണം വെച്ചാൽ ഈ ഇവിടെ ചില മോളിക്യൂൾസ് എഴുതിയിട്ടുണ്ട്, അത് മറയ്ക്കാൻ വേണ്ടി ഞാൻ ഇട്ട കളറാണ്. ഡോണ്ട് ബോദർ അബൌട്ട് ഇറ്റ്. നൗ ഇഫ് എ മോളിക്യൂൾ is moving from inside the cell to outside the cell across the membrane, that process is called efflux. And if a molecule is moving from outside to inside of the cell through the cell membrane, or across the cell membrane, that is called influx. Okay, and ഇതിന്റെ രണ്ടിന്റെയും ഉള്ള പ്രോസസ്സിന് നമ്മൾ നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത്. നെറ്റ് ഫ്ലക്സ്, അതായത് ഇൻഫ്ലക്സും എഫ്ലക്സും ഈക്വൽ ആണെങ്കിൽ, യു ഇമാജിൻ ദാറ്റ് ഇൻഫ്ലക്സ് ഇസ് ഈക്വൽ ടു എഫ്ലക്സ്, അതൊരു ഇക്വിലിബ്രിയമിലെത്തും. പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും കാണത്തില്ല, ഒന്ന് മറ്റേതും ഈക്വൽ ആയിരിക്കും. പക്ഷെ usually in nature it is never balanced. മനസ്സിലായോ? Always one of these processes exceeding the other. അതുകൊണ്ട് ഫലത്തിൽ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലോട്ടായിരിക്കും മൂവ്മെന്റ് നടക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഒന്നിലെ വെളിയിലോട്ട് അല്ലേ അകത്തോട്ട്. അതുകൊണ്ട് തന്നെ നെറ്റ് ഫ്ലക്സ് എന്ന് പറയും. നെറ്റ് ഫ്ലക്സ് എന്ന് വെച്ചാൽ the movement of substance into the cell that is influx and out of the cell that is efflux is never balanced and one is exceeding the other. അതിനാണ് നമ്മൾ നെറ്റ് ഫ്ലക്സ്, അതുകൊണ്ടാണ് നമ്മൾ നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇനി മെയിൻലി ഈ ട്രാൻസ്പോർട്ട് അക്രോസ് ദി മെംബ്രെയിൻ ഇറ്റ് occurs by 4 different mechanisms. 4 വ്യത്യസ്തമായ മെക്കാനിസംസ് വഴിയാണ് സൊല്യൂട്ട് മോളിക്യൂൾസ് മെംബ്രെയിനിലൂടെ കടന്ന് പുറത്തോട്ടോ അകത്തോട്ടോ വരുന്നത്. ആദ്യത്തേന്ന് പറയുന്നത് സിമ്പിൾ ഡിഫ്യൂഷൻ ത്രൂ ദ ലിപ്പിഡ് ബൈലെയർ. പ്രത്യേകിച്ച് വേറെ എക്യുപ്മെന്റ്സ് മീൻസ് പ്രത്യേകിച്ച് വേറെ മീൻസ് ഒന്നും ഇല്ലാതെ ഡയറക്ട്ലി ആ ലിപ്പിഡ് ബൈലെയറിൽ കൂടെ കടന്നു പോകുന്നതിനാണ് സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഡിഫ്യൂഷൻ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം. നിങ്ങൾ ആദ്യ കാലങ്ങളിൽ ഡിഫ്യൂഷൻ പഠിച്ചിട്ടുണ്ട്. ഒരു ബീക്കറിൽ വെള്ളം എടുക്കുക, ഒരു ഡ്രോപ്പ് ഓഫ് ഇങ്ക് ഒഴിക്കുക, ഇങ്ക് അപ്പൊ ഡിഫ്യൂസ് ചെയ്ത് കംപ്ലീറ്റ് ഈക്വൽ ആവും എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പൊ ഡിഫ്യൂഷൻ എന്തുവാ? Movement of particles from higher concentration to lower concentration is called diffusion, right? അപ്പൊ അത് വെറുതെ ലിപ്പിഡ് ബൈലെയറിൽ കൂടെയാണ് നടക്കുന്നതെങ്കിൽ അതാണ് ആദ്യത്തെ മെക്കാനിസം. ഈ രണ്ടാമത്തെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഡിഫ്യൂഷൻ ത്രൂ ആൻ അക്വസ് ചാനൽ. അക്വസ് ചാനൽ, വാട്ടറിന്റെ ചാനൽ, വാട്ടർ പോകാനുള്ള ചാനൽ. അപ്പൊ അക്വസ് ചാനലിലൂടെ നടക്കുന്ന സിമ്പിൾ ഡിഫ്യൂഷൻ. അപ്പൊ ഇവിടെയും അവിടെ ഒരു ചാനലാണ്. ചാനൽ എന്ന് പറഞ്ഞാൽ ഒരു ഏരിയ മാത്രം, മെമ്പറിന്റെ അകത്ത് ഒരു ഹോള് പോലെ നമുക്ക് വേണമെങ്കിൽ പറയാം. അക്വസ് ചാനൽ മാത്രമാണ്. ഓക്കെ, അപ്പം അതും കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് ടുവേർഡ്സ് ആയിരുന്നു വെച്ചാൽ ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ആണ് സിമ്പിൾ ഡിഫ്യൂഷൻ ത്രൂ അക്വസ് ചാനൽ നടക്കുന്നത്. ഇനി മൂന്നാമത്തെ മെക്കാനിസം ഇസ് കോൾഡ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, വേർ ദ സൊല്യൂട്ട് ബൈൻഡ്സ് ടു എ പ്രോട്ടീൻ കാരിയർ. ആ ബൈൻഡിങ് കാരണം ഉണ്ടാകുന്ന ട്രാൻസ്പോർട്ട് ആണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അതായത് ദർ ഇസ് എ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ വിച്ച് ഫെസിലിറ്റേറ്റ്സ് ദ ഡിഫ്യൂഷൻ. ഇവിടെയും ഡിഫ്യൂഷൻ ആണ്, അതുകൊണ്ട് മൂവ്മെന്റ് ഈസ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. ഇനി നാലാമത്, ഈ ആദ്യത്തെ മൂന്നും തമ്മിലുള്ള, ഇവിടെ എ അല്ല സി ആണ്, സോറി, ഇത് സി ആക്കിയേക്കണം നിങ്ങള്. അപ്പം നാലാമത്തെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, അതായത് ആദ്യത്തെ എയും ബിയും സിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ട്രാൻസ്പോർട്ട് ആണ്. ഹിയർ ദ ട്രാൻസ്പോർട്ട് occurs from lower concentration to ഹയർ കോൺസെൻട്രേഷൻ. മനസ്സിലായി? ലോവർ കോൺസെൻട്രേഷൻ ഹയർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിനെയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് പോകണമെങ്കിൽ അവിടെ എനർജി വേണം, നോർമൽ ആയിട്ട് പോവുകയല്ല. അവിടെ എനർജിയുടെ യൂട്ടിലൈസേഷൻ വഴി മാത്രമേ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടക്കുള്ളൂ. അതുകൊണ്ട് ATP acts as an energy source for active transport. ATP is hydrolyzed. ATP hydrolyze ചെയ്ത് കിട്ടുന്ന എനർജി ഉപയോഗിച്ചിട്ടാണ് ഈ സൊല്യൂട്ട് പാർട്ടിക്കിൾ ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മൾ ആ നേരത്തെ പറഞ്ഞു, ഒന്നുകൂടെ നമുക്ക് ഒന്ന് പറഞ്ഞു പോവാം. സി സിമ്പിൾ ഡിഫ്യൂഷൻ, ഇവിടെ ക്യാപിറ്റൽ എ വലിയ അക്ഷരം എഴുതിയേക്കുന്നത്, ഇവിടെ ചെറിയ എഴുതിയേക്കുന്നത്. ഇത് കോൺസെൻട്രേഷൻ ആണ്, ചെറിയല്ല, ചെറിയ എ. അപ്പം ഈ സൈസ് അതിന്റെ കോൺസെൻട്രേഷനെ ഡിപ്പെക്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് ഹയർ കോൺസെൻട്രേഷൻ, ഇത് ലോവർ കോൺസെൻട്രേഷൻ. ഇത് കണ്ടോ, ഇത് ലോ, ഇത് ഹൈ. അപ്പൊ ഈ കോൺസെൻട്രേഷനെ ഡിപ്പെക്ട് ചെയ്യുന്നതാണ് ഈ സൈസ് ഓഫ് ആൽഫബറ്റ്. അപ്പൊ ആദ്യത്തെ എന്ത് വന്നു? സിമ്പിൾ ഡിഫ്യൂഷൻ ത്രൂ ദി ലിപ്പിഡ് ബൈലെയർ. ലിപ്പിഡ് ബൈലെയർ വഴി ഇങ്ങനെ ചുമ്മാ കടന്നു പോകുന്നതിന് ആദ്യത്തെ മെത്തേഡ്. രണ്ടാമത്തെ എന്തുവാ? ഡിഫ്യൂഷൻ ത്രൂ ആൻ അക്വസ് ചാനൽ. ഓക്കെ, ഈ ചാനൽ എന്ന് വെച്ചാൽ ക്ലസ്റ്റർ ഓഫ് പ്രോട്ടീൻസ്, പക്ഷെ ഒരു കാരിയർ പ്രോട്ടീൻ അല്ല ഇത്, ഈ ചാനലിൽ കൂടെ കടന്നു പോകുന്നത്. അപ്പൊ ഇത് രണ്ടും ദേ ആർ നോട്ട് മീഡിയേറ്റഡ് ബൈ എനി പ്രോട്ടീൻ കാരിയേഴ്സ്. ഓക്കെ, വേറാസ് ദ നെക്സ്റ്റ് ടു, മൂന്നാമത്തെ എന്ത് വന്നു? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. This diffusion is facilitated by this protein, correct? So this is mediated by a transporter. This movement is mediated by a transporter. ഇനി നാലാമത്തെ എന്തുവാണ്? അത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്.
that is movement of solute particle from lower concentration to higher concentration. അതുകൊണ്ട് തന്നെ ഇത് against concentration gradient ആയതുകൊണ്ട് ATP hydrolyze ചെയ്ത് ADP യും PI യും ആകണം. പക്ഷെ ഇവിടെയും this transport is mediated by a transporter. അപ്പോൾ നമുക്ക് ആദ്യത്തെ രണ്ടെണ്ണത്തിനെയും നോൺ മീഡിയേറ്റഡ് ട്രാൻസ്പോർട്ട് എന്നും മൂന്നാമത്തേനെയും നാലാമത്തേനെയും ട്രാൻസ്പോർട്ടർ മീഡിയേറ്റഡ് എന്നും പറയാം. അതൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ. പിന്നെ ഒരു ക്ലാസിഫിക്കേഷൻ എന്തുവാ, ഈ ആദ്യത്തെ മൂന്നും എനർജി ഇല്ലാതെ ട്രാൻസ്പോർട്ട് നടത്തുന്നത്. കാരണം എന്തുകൊണ്ടാണ്, ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലേക്കാണ് ട്രാൻസ്പോർട്ട് നടക്കുന്നത്. അവിടെ എനർജി ആവശ്യമില്ല. സോ ദീസ് ട്രാൻസ്പോർട്ട്സ് ആർ കോൾഡ് passive transport, whereas the fourth transport is from lower concentration to higher concentration and energy is required for this transport, so this is called active transport. അപ്പോൾ രണ്ട് രീതിക്ക് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ആക്റ്റീവ് പാസീവ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ നോൺ മീഡിയേറ്റഡ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഇനി അതിന്റെ എക്സാമ്പിളും കൂടെ നോക്കാം. ആദ്യത്തെ നോക്കിക്കേ, ഓക്സിജന്റെ ഡിഫ്യൂഷൻ, ആ സിമ്പിൾ ഡിഫ്യൂഷൻ ത്രൂ ദി ലിപ്പിഡ് ബൈലെയറിന്റെ എക്സാമ്പിൾ ആണ് ഓക്സിജന്റെ ഡിഫ്യൂഷൻ. രണ്ടാമത് അക്വസ് ചാനലിലൂടെ കടന്നു പോകുന്നത് സോഡിയം അയോൺ, ഇറ്റ് ക്യാൻ മൂവ് അക്രോസ് ദി മെംബ്രെയിൻ ത്രൂ എ ചാനൽ, അയോൺ ചാനൽ. ഇനി മൂന്നാമത്തത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഫോർ എക്സാമ്പിൾ ദ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഓഫ് ഗ്ലൂക്കോസ്. ഇനി നാലാമത്തത് ട്രാൻസ്പോർട്ട് ഓഫ് സോഡിയം ആൻഡ് പൊട്ടാഷ്യം അക്രോസ് ദി മെംബ്രെയിൻ. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ജസ്റ്റ് നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ തന്നേ ഉള്ളൂ. ഇന്ന് പഠിപ്പിച്ച ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ആസ് എ വാട്സ്ആപ്പ് മെസ്സേജ്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഗൂഗിൾ ക്ലാസ് റൂമിൽ പേഴ്സണൽ മെസ്സേജ് ഇടുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, സോ ബൈ ഫോർ ടുഡേ.